തലയിൽ നെരിപ്പോടും ഇടം കൈയിൽ തൃശൂലവും വലം കൈയിൽ കപാലവും 1000 പന്തം അരയിലും 101 കോത്തിരി തിരുമുടിയിലും ചൂടി 200 തൃക്കണ്ണും 3-ാം കണ്ണും 12000 ബാഹുക്കളുമായി വൃദ്ധരൂപത്തിൽ ജനിച്ച ഉഗ്ര ചൈതന്യം ഖണ്ഡാകർണൻ. കർണത്തിലൂടെ ജനിപ്പിച്ചവൻ ഞാൻ അഗ്നികണ്ഠാകർണൻ. ദാരികനെ നിഗ്രഹിക്കാനുള്ള യുദ്ധത്തിൽ ഭദ്രകാളിയെ സഹായിക്കാൻ ശിവന്റെ കണ്ഠത്തിൽ നിന്ന് ജനിച്ചവനാണ് ഖണ്ഡാകർണൻ എന്നും വിഷ്ണുനാമം കേൾക്കാതിരിക്കാൻ ചെവിയിൽ വലിയ മണികെട്ടിവനാണ് ഖണ്ഡാകർണൻ എന്നും കഥകൾ. ദാരികന്റെ പത്നി മനോദരി ഭദ്രകാളിക്ക് നൽകിയ വസൂരി രോഗം തന്റെ നാവുകൊണ്ട് തുടച്ചു മാറ്റി ഭദ്രകാളിയെ സുഖപ്പെടുത്തിയവൻ ഖണ്ഡാകർണൻ. ശിവനെ തപസ് ചെയ്ത് വരം നേടിയ സുരൻ. വിഷ്ണുവിന്റെ നാമം കേൾക്കാതിരിക്കാൻ ചെവിയിൽ വലിയ മണികൾ ധരിച്ചവൻ ഖണ്ഡാകർണൻ. പരമേശ്വരന്റെ അനുഗ്രഹഫലമായി ലഭിച്ച ബോധോദയത്തിലൂടെ വിഷ്ണു ദർശനമുണ്ടായി അത്രേ. അതുവരെയുണ്ടായിരുന്ന അഹങ്കാരം അതോടെ അലിഞ്ഞില്ലാതെയായി ഭക്തനായി മോക്ഷം ലഭിച്ചു എന്നൊക്കെയാണ് തോറ്റം പാട്ടുകളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയും ഒക്കെ വാമൊഴിയായി കിട്ടിയ പുരാണ കഥകൾ. ക്ഷേത്രപാലകനും ഗ്രാമപാലകനും ഒക്കെയാണ് ഖണ്ഡാകർണൻ. ഈ നാടിൻ്റെ പഴമ കൂടിയാണ് ഖണ്ഡാകർണൻ. അന്യനാടുകളിലെ ആരാധനാ സമ്പ്രദായങ്ങൾ ദൈവഭാവങ്ങൾ ഇവിടെ എത്തുന്നതുവരെ ഇത്തരം മുഖങ്ങളായിരുന്നു ഈ കോലത്തു നാട്ടുകാരുടെ ആശ്രയം. നമ്മുടെ പൂർവികർ നമുക്കായി തന്ന സങ്കല്പമാണ്, നിധിയാണ് ഇത്തരം ദേവാരാധനാ സമ്പ്രദായങ്ങൾ. പഴമ നഷ്ടപ്പെടുത്താതെ തനിമ നിലനിർത്തിക്കൊണ്ട് ഇന്നും നമ്മുടെ നാടിൻ്റെ അസ്മിതയായി നിലകൊള്ളുന്നു. പന്തങ്ങൾ ശരീരത്തിൽ കെട്ടിയ നിലയിലാണ് ഖണ്ഡാകർണൻ ആടാറുള്ളത്. രോഗപീഠകൾ മാറാനും ഐശ്വര്യത്തിനുമായാണ് ഖണ്ഡാകർണൻ തെയ്യം കെട്ടിയാടുന്നത്. മഹാമാരികളായുള്ള പകർച്ചവ്യാധികളെ തടയുന്ന ദേവനാണ് നാട്ടുവിശ്വാസങ്ങളിൽ ഖണ്ഡാകർണൻ. ഭദ്രകാളിക്ക് വസൂരി വന്നപ്പോ അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭഗവാൻ പരമശിവൻ തന്റെ കണ്ഠത്തിൽ നിന്നും കർണത്തിലൂടെ ജനിപ്പിച്ചവൻ ഞാൻ അഗ്നികണ്ഠാകർണൻ. അരയ്ക്ക് ചുറ്റും പന്തവും നീളൻ മുടിയുമായി എന്റെ ഈ ഓമനക്കോലം ഞാൻ നിലനിർത്തി കൽപ്പിക്കട്ടെ, ഞാൻ നിലനിർത്തി കൽപ്പിക്കട്ടെ, ഞാൻ നിലനിർത്തി കൽപ്പിക്കട്ടെ.